സൊള്ളിയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ എടുക്കുവാണ് ഗൈസ്. കണ്ണിനെ പറ്റിയത് സൊള്ളിപ്പളം അത്രേ ഉള്ളൂ. മീ വിത്ത് പുണ്യാളൻ. എപ്പാടി കുഞ്ഞാണേ. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഷോർട്ട് ഫിലിം പരിപാടികളൊക്കെ ആയിട്ട് പരിചയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ പയ്യനുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ കുറേ കാലമായിട്ട് നടന്നിട്ട് ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടും പരിപാടി ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം ഫസ്റ്റ് തുടക്കത്തിൽ ചെയ്യുമ്പോൾ എല്ലാ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടാണല്ലോ നമ്മുടെ എവിടെയും വിഷയം, പൈസ. അപ്പോൾ അങ്ങനെ പിന്നെ ഇവൻ്റെ ഓരോ പരിപാടിയുണ്ട്, താമസം വന്നായിരുന്നു. അങ്ങനെ പതുക്കെ പിടിച്ചു, സെറ്റാക്കി. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേ ഡിസ്കഷനൊക്കെ നടന്ന് കുറേ ടൈം എടുത്തിട്ടാണ് അതിന്. വലിയ സംഭവമല്ല, എന്നാലും ചെറിയ ഷോർട്ട് ഫിലിം. അതൊരു ഡോൺ ബോസ്കോ സ്കൂള് എറണാകുളം, അവിടെ ഒരു ഇമേജിൻ്റെ ഒരു ഇതുണ്ട്, സിനിമ ബേസായിട്ടുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ മിനി തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തിയേറ്ററിൽ ഈ സാധനം പ്രിവ്യൂ ചെയ്തു. അപ്പോൾ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഞാൻ പോയി കാണാൻ പോയായിരുന്നു. അപ്പം ജസ്റ്റ് അങ്ങോട്ട് പോണ പോക്കും അവിടുത്തെ കാര്യങ്ങളുമാണ്. എന്തായാലും ആദ്യമായിട്ട് കാണാം. അപ്പോൾ പോയി കണ്ടിട്ട് വരിക. കൊള്ളാനുള്ള സംഭവം. സൊള്ളിയുടെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമിന്റെ പ്രിവ്യൂ എടുക്കുവാണ് ഗൈസ്. മീ വിത്ത് പുണ്യാളൻ. അയ്യേ മതി, അവന് എന്റെ ഫ്രണ്ടിൽ കൂടെ കിടത്തണല്ലേ, വർത്താനം പറയുന്ന അറിയാറുണ്ട്. എവിടെയാണ്, മേലാണോ? നീ എവിടെ പോവാ? ബോസി നിന്റെ കണ്ണിനെ പറ്റിയത് മെയിനായിട്ടൊന്നും പറയാനില്ല. ഇതില് പടം കണ്ട ആൾക്കാരുണ്ട്. അപ്പൊ അവര് ഫസ്റ്റ് ടൈം കാണുമല്ലോ അഭിനയിക്കുക, സ്പോയിൽ കാണിക്കുക. ഓക്കെ, പിന്നെ വലിയ സംഭവം എന്നല്ല, ചെറിയൊരു പടം, ചെറിയൊരു സാധനം. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും കൈയടിക്കുക. വിളിക്കാതെ തന്നെ ഡയറക്ടർ വന്നിരിക്കുകയാണ്. അലക്സ് സോളി, ഡയറക്ഷൻ ബൈ അലക്സ് സോളി. പടത്തിന്റെ ആത്മാവ് മ്യൂസിക് ഐസൻ. ഇതിനെ പറ്റിയുള്ള കഥ എന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ്. ഞങ്ങൾ ആദ്യം ഇവിടെ ആൽവിൻ, കുട്ടി സ്റ്റോറീസ്, കുട്ടി ആൽവിൻ എന്ന് വിളിക്കണം. ഇവിടെ എവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പെരുമ്പാവൂർ പോയി ഷൂട്ട് ചെയ്യാനായിരുന്നു. അപ്പൊ അതെന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ഷോർട്ട് ഫിലിം പോലെ ഷൂട്ടിന്റെ തലേ ദിവസം നിന്നു. അല്ലെങ്കിൽ ഷൂട്ട് എനിക്ക് ഭയങ്കര വിഷമവും ദേഷ്യവും ഇങ്ങനെ ഫ്രസ്ട്രേഷനായി, എന്താണ് എൻ്റെ മാത്രം നടക്കാത്തത് എന്നുള്ള പരിപാടി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീടുണ്ട്, ഒരു വീടിൻ്റെ അകത്ത് ഇറക്കുന്ന കഥ.
അപ്പൊ വീടും കാത്തൊരു കഥ. സോളിന്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും വന്നല്ലോ വർക്കിൽ എന്തായാലും സന്തോഷം. പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഈ ടീമിൽ നമ്മൾ അറിഞ്ഞറിയാതെയൊക്കെ അതിന്റെ ഭാഗമായി പോയിട്ടുണ്ട്. പിന്നെ സോളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവന്റെ കഥകൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. അവന്റെ കഥകൾ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. നോർമലി ആളുകൾ തിങ്ക് ചെയ്യുന്ന രീതിയും പരിപാടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കഥകൾ ആലോചിക്കുന്നത്. പണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ എനിക്കതിൽ ഭയങ്കരമായൊരു പേടിയുണ്ടായിരുന്നു, വർക്കൗട്ട് ആവും, കുറച്ച് ആളുമ്പോ പടമൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഗഗനചാരി എന്ന് പറയുന്ന ഒരു ഫിലിം. ആ ഫിലിം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ച ഒരാളാണ് ഞാൻ. ആ പടം കണ്ടിട്ട് ആ പടത്തെ കുറിച്ച് ആലോചിച്ചല്ല സന്തോഷിച്ചത്. നാളെ സോളി അതിനും മേലെ ഒരു പടം ചെയ്യും. എവിടെയാവും എന്ന് അന്ന് ചിന്തിച്ചിട്ട് ഗഗനചാരി തിയേറ്ററിൽ നിന്ന് കാണുമ്പോ ചേട്ടാ ഇതല്ലേ സോളി പണ്ടിനോട് പറഞ്ഞത്, കണ്ടോ? കണ്ടില്ലേ സോളിന്റെ ഒരു വൈബില്ലേ ആ പടത്തിന്? സിനിമ എപ്പോഴും ഇമോഷണൽ ആണ്. നല്ല സൗഹൃദങ്ങളിൽ നിന്നാണ് സിനിമ ഉണ്ടാവുന്നത്. നല്ലൊരു ഇമോഷൻ ഉണ്ടാവും. ഇപ്പോ ഫീൽ ഉണ്ടാവും. എനിക്കും അതേ ഇമോഷനാണ് ഉള്ളിലുള്ളത്. സോ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത നമ്മുടെ കൂടെ നിന്നിട്ടുള്ള അനിയന്മാരൊക്കെ ഓരോരുത്തർ ഓരോ വർക്കുകൾ ചെയ്യുന്നു. അതൊക്കെ നന്നായി വരുന്നു. ഇപ്പൊ ഇവനെ പോലെ തന്നെ ഇവന്റെ ഒപ്പം വന്നാണ് ആൽവിൻ. ആൽവിൻ ഇപ്പൊ കുട്ടി സ്റ്റോറീസിൽ വർക്ക് ചെയ്യുന്നു. വളരെ നന്നായിട്ട് അവിടെ അസിസ്റ്റ് ചെയ്ത് പടം ഇറങ്ങാറായാലും ഒരു വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആൽവിന്റെ പടം വരും. പിന്നെ ഇപ്പൊ വന്ന അസിസ്റ്റന്റ് ഉണ്ടൊരു, അപ്പൊ അവനും പടം ചെയ്തു. അവന്റെ വർക്ക് അടുത്ത അല്ല ഇന്ന് കണ്ട ഞാനും മോസിയും തമ്മിൽ ഒരു വൈൻ ഡിസ്കഷൻ നടക്കാണ്ട് വൈകാണ്ട് തന്നെ ഒരു പ്രൊഡക്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് അതല്ല ഇതിന്റെ കാര്യം ഇപ്പൊ കണ്ട ഇതിന്റെ സൊള്ളിയുടെ സൊള്ളിപ്പളം അത്രേ ഉള്ളൂ. അത്ര എന്താണ് ഇന്നത്തെ മൊത്തത്തിലുള്ള പടം കണ്ടതിലുള്ള എല്ലാവരും കണ്ടതിനുള്ള എന്താണ് പറയാൻ? ഒരുവിധ എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ മിസ്റ്റേക്സ് ഉണ്ട്, അത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഒരു സാധനം വരുമ്പോൾ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും. അപ്പൊ അത് ഇപ്പോ യൂട്യൂബ് റിലീസ് ചെയ്യാത്തതുകൊണ്ട് അവർ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നീറ്റ് ആക്കിയിട്ട് ഇറക്കും. ആണല്ലേ? ഫസ്റ്റ് സംരംഭമാണ്. അപ്പൊ അതിന്റെ കുറച്ച് മിസ്റ്റേക്കും പരിപാടികളും ഉണ്ടായിരുന്നു. എങ്കിലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് യാത്രയാണ്. ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. ബൈ ബൈ.